കഴിഞ്ഞയാഴ്ച ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ മുസ്ലിമിനെതിരെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് മുസ്ലിമിനെതിരെ മാത്രമല്ല നിൽക്കുക. അതാണ് ഓർഗനൈസറുടെ ലേഖനം പിന്നീട് വ്യക്തമാക്കിയത്. അവർ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള സ്വത്തുക്കൾ വളരെ കൂടുതലാണ് എന്നാണ്. ഏറ്റവും കൂടുതൽ സ്വത്ത് അവർക്കാണുള്ളത് എന്ന ഒരു പരാമർശം തന്നെ നടത്തുകയുണ്ടായി. ഇതിൽ ഒരു കാര്യം മറന്നു പോകരുത്. നേരത്തെ ഞാൻ പറഞ്ഞ അടിസ്ഥാന നിലപാടുണ്ട് സംഘപരിവാറിന്, RSSന്. അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ അവർ കാണുന്നത്. രണ്ടുപേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിമും ക്രിസ്ത്യാനിയും. അതിലവർക്ക് വേർതിരിവുണ്ടായിട്ടില്ല. ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിലാണ് ഈ രണ്ട് കൂട്ടരെയും പെടുത്തിയത്. അതിൻ്റെ ഭാഗമായുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ബില്ലിൽ അവരുടെ ആ സമീപനം വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയമാണ് അതിൻ്റെ ഉള്ളടക്കമായി വന്നത്. അങ്ങേയറ്റം ന്യൂനപക്ഷ വിരുദ്ധമായതും ഭൂരിപക്ഷ വർഗീയതയെ സംതൃപ്തിപ്പെടുത്തുന്നതുമായ ഒരു നടപടിയിലേക്കാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെൻറ് കടന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരള നിയമസഭ അതിനെതിരെ ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചത്. ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ശക്തിയുക്തം ഇതിനെതിരെ ഇടതുപക്ഷം എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ബിൽ പാർലമെൻറ്റ് പാസ്സാക്കി അതിനുശേഷം മുനമ്പത്തെ വിഷയത്തിനുള്ളൊരു ഒറ്റമൂലിയാണ് ഇത് എന്ന ഒരു ആഖ്യാനം സംഘപരിവാർ വലിയ തോതിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടായി എന്താണ് വസ്തുത. ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമം വന്നതുകൊണ്ട് മുനമ്പത്ത് ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല. നിയമഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പാസ്സായ ബില്ലിലെ ഏത് ക്ലോസാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നില്ല എന്ന് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതേവരെ അവരാരും അത് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിരൺ റിജ്ജു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് അദ്ദേഹത്തെ മുനമ്പത്ത് എത്തിച്ചുകൊണ്ടാണ് BJP രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അദ്ദേഹം കൊച്ചിയിൽ വെച്ചൊരു പത്രസമ്മേളനം നടത്തി. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും സത്യം അങ്ങോട്ട് വീണുപോയി. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ച കാര്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വന്നത്. അത് യഥാർത്ഥ വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ആ രാഷ്ട്രീയം പൊളിഞ്ഞുപോയതോടെ വഖഫ് ഭേദഗതിയിലൂടെ മാത്രം മുനമ്പൻ ജനതയ്ക്ക് നീതി ലഭിക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നത്. അപ്പോൾ BJP കൊട്ടിഘോഷിച്ച വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്ന നിലയായി. പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണം, ഇതാണ് കേന്ദ്രമന്ത്രിയുടെ ഉപദേശം. അപ്പോൾ അവിടുത്തെ സമരസമിതി കൺവീനറുടെ പ്രതികരണം നമ്മളെല്ലാം കേട്ടല്ലോ. അത് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായി പുറത്തു വന്നത്. യഥാർത്ഥത്തിൽ ഈ മുനമ്പത്തുള്ള അവരെ പറഞ്ഞു പറ്റിക്കാനാണ് BJP ശ്രമിച്ചത്. മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ്. അതിൻ്റെ പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിലാർക്കും സംശയം വേണ്ടതില്ല. ആ ജനതയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് പക്ഷേ നിയമപരമായ പരിരക്ഷ വേണം. എങ്ങനെയാണ് അത് സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയ സവിശേഷ സാഹചര്യത്തെ മുൻനിർത്തി ഒരുതരം ദുഷ്ടലാക്കോടെയുള്ള ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് BJP നടത്തിയത്. ഇവിടെ ദൗർഭാഗ്യവശാൽ അതിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായത്.